ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഏഷ്യാകപ്പിൽ ചിരവൈരികളായിട്ടുള്ള പാകിസ്ഥാനെ തകർത്തുകൊണ്ട് നമ്മുടെ ടീം ഇന്ത്യ 9ാം തവണയും ഏഷ്യാകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ. കുൽദീപ് യാദവിന്റെ 4 വിക്കറ്റ് പ്രകടനവും തിലക് വർമ്മയുടെ 69 റൺസ് എടുത്തിട്ടുള്ള അപരാജിത അർദ്ധ സെഞ്ചുറിയുമായിട്ടുള്ള പൊളിച്ചെടുക്കലുമൊക്കെയാണ് ടീം ഇന്ത്യയുടെ വിജയത്തിൽ ഏറ്റവും അധികം നിർണായകമായതെന്നുള്ളത് നമ്മൾ പറയുമ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത കുറച്ച് പേരുകളുണ്ട്. അതെ, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, അതേപോലെ ജസ്പ്രീത് ബുംറ, സഞ്ജു സാംസൺ, ശിവൻ ദുബെ ഇവരുടെയും ഒക്കെ പ്രകടനങ്ങളും തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ വിജയത്തിൽ അടിത്തറയായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. സഞ്ജുവിലേക്ക് വരികയാണെങ്കിൽ 2 ക്യാച്ചുകൾ, ഒരു സ്റ്റണ്ണിംഗ് ക്യാച്ചായിരുന്നു അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നതും. അതേപോലെ ടീം ബാറ്റിംഗ് തകർച്ച നേരിട്ടപ്പോൾ കളിച്ച ആ ഒരു 24 റൺസിന്റെ മികച്ച ഇന്നിംഗ്സ്, തീർച്ചയായിട്ടും മികച്ച പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തെന്ന് പറയേണ്ടി വരും. ഫൈനലിൽ 21 പന്തിൽ 24 റൺസ് മാത്രമാണ് സഞ്ജു നേടിയതെങ്കിൽ കൂടി ആ ഒരു സമയത്ത്, ആ ഒരു ഘട്ടത്തിൽ അത് എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നുള്ളത് കളി ലൈവായിട്ട് കണ്ടവർക്കൊക്കെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഏതായാലും പാകിസ്ഥാനെതിരായിട്ടുള്ള വിജയത്തിന് ശേഷം ഫൈനലിനെ കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസൺ ചില കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഐ റിയലി എൻജോയ്ഡ് ദ പ്രഷർ. ആക്ച്വലി ഈ ഒരു പ്രഷർ ഞാൻ ഏറെ ആസ്വദിച്ചിട്ടുണ്ട്. ഐ ഹാവ് നോട്ട് പ്ലേഡ് മെനി ഇന്ത്യ പാകിസ്ഥാൻ ഗെയിംസ്. ഞാൻ ഒരുപാട് ഇന്ത്യ പാകിസ്ഥാൻ ഗെയിംസ് ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ടുഡേ, അതായത് ഇന്നലെ പറയുന്നതാണ്, ഐ തിങ്ക് ദ പ്രഷർ വാസ് ഓൾ ഓവർ ദെയർ. ആ ഒരു പ്രഷർ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല 3 വിക്കറ്റുകൾ പവർ പ്ലേയിൽ തന്നെ നഷ്ടമാവുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ കാം ഡൗൺ ആയിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ആൻഡ് ജസ്റ്റ് വാച്ച് ദ ബോൾ ആൻഡ് റിയാക്ട് എന്നാണ് സഞ്ജു സാംസൺ പറയുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. അതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതും. മാത്രമല്ല ഓരോ കളിയുമാണ് ഏത് തരത്തിലുള്ള ക്രിക്കറ്റാണ് അന്നത്തെ ദിവസം നിങ്ങൾ കളിക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ യു ഹാവ് ടു റെസ്പെക്ട് ദ കണ്ടീഷൻ എന്ന് കൂടി സഞ്ജു സാംസൺ തുറന്നു പറയുന്നു. ഇതാണ് വർഷങ്ങളായിട്ടുള്ള IPL കരിയറോടുകൂടെയും അതേപോലെ വർഷങ്ങളായിട്ടുള്ള ക്രിക്കറ്റോടുകൂടെയും എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. ഇതുപോലെയുള്ള ക്ലോസർ ഗെയിംസ് ഏറെ ഹെൽപ്പ് ചെയ്തേക്കും. കാരണം നിങ്ങളുടെ മെന്റൽ എബിലിറ്റീസും അതേപോലെ നിങ്ങളുടെ ക്യാരക്ടറും സ്വന്തമായി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അത്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ റിയലി ഗുഡ് അവയർനെസ് വിച്ച് വി ഹാഡ് ജസ്റ്റ് ബിഫോർ ദ വേൾഡ് കപ്പ്. T20 വേൾഡ് കപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഇതേപോലെയുള്ള ക്രൂഷ്യൽ ഗെയിംസും അതേപോലെ ഇതുപോലെയുള്ള ക്ലോസർ ഗെയിംസും ഒക്കെ ഏറെ സഹായിക്കുമെന്ന് കൂടിയാണ് സഞ്ജു സാംസണിന്റെ വാക്കുകളിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. യെസ്, T20 വേൾഡ് കപ്പിൽ ഗൗതം ഗംഭീറിന്റെ പ്ലാനിൽ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസണും ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്തരത്തിലുള്ള മികച്ച പ്രകടനങ്ങൾ സഞ്ജുവിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.